ആകെ ഒരു കോണകത്തിന്റെ വലിപ്പമേ ഉള്ളൂ. അതിന്റെ വള്ളിയുടെ വലിപ്പമുള്ള ഹമാസിനെ ഇപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 2 കൊല്ലമായി. എന്നിട്ടാണ് ഇത്ര വലിയ ഇറാനെ 2 ആഴ്ച കൊണ്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അതൊരു രസമുണ്ട്. അതായത് ഈ ഹമാസിനെ ഉണ്ടാക്കാന്ന് പറയുന്നത് ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കുന്നുള്ള വാക്കിന് ഞങ്ങളുടെ ഇവിടെ വേറെ മോശം അർത്ഥമാണ്. എന്നാലും നിങ്ങളുടെ ഉണ്ടാക്കൽ ഞാൻ എടുക്കുകയാണ്. ഞാനിതാ ഉണ്ടാക്കർ, ദ അൾട്ടിമേറ്റ് ഉണ്ടാക്കർ എന്ന് പറഞ്ഞൊരു സിനിമയല്ല, ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഹമാസിനെ ഉണ്ടാക്കിയില്ലേ? ഹമാസ് എന്ത് ചെയ്യും? ഹമാസ് യുദ്ധം ചെയ്യുന്നില്ല. ഹമാസ് സ്വന്തം ജനതകളെ വെച്ച് ഇങ്ങനെ തടുത്തോണ്ടിരിക്കണം. കൊച്ചുങ്ങളെയും സ്ത്രീകളെയും വെച്ചുകൊണ്ട്, ഗർഭിണികളെയും വെച്ചുകൊണ്ട് ഹ്യൂമൻ ഷീൽഡും ബൂബി ട്രാപ്പുമായിട്ട് തടുത്തോണ്ടിരിക്കും. അവിടെ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ യവന്മാരെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ആളുകൾ പോലും മരിക്കും. കൂടുതൽ ആളുകൾ മരിക്കുമ്പോൾ നിങ്ങൾ ഈ വാവാച്ചി എന്താ ഇപ്പൊ എഴുതിയിരിക്കുന്നത്, കമന്റ് എഴുതിയിരിക്കുന്നത്, വാവാച്ചി കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. വാവാച്ചി കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വാവാച്ചി കുഞ്ഞ് തെരുവിലിറങ്ങും. വാവാച്ചി കുഞ്ഞ് പിന്നെ ചാനലിരുന്ന് പൊട്ടിത്തെറിക്കും. വാവാച്ചി കുഞ്ഞ് ഫേസ്ബുക്കിൽ പൊട്ടിത്തെറിക്കും. വാവാച്ചി കുഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കും, ഇവിടെ പ്രശ്നം ഉണ്ടാക്കും, ട്രോൾ ഇറക്കും. വാവാച്ചി കുഞ്ഞിന് അസ്വസ്ഥതയാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഹമാസിന്റെ കയ്യിൽ ബാക്കിയുള്ളത്? നമ്മളെല്ലാം അവിടെ നടന്നിട്ടുള്ള നാശത്തെക്കുറിച്ച് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഹമാസ് വിജയിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ജനങ്ങളോടൊരു കൺസേൺ ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. അതല്ലേ എൻ്റെ അർത്ഥം. ഹമാസ് എന്ത് നേടിയെന്നാണ് പറയുന്നത്? പിന്നെ ഈ ഹമാസ് യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയും. എൻ്റെ ഒരു ധാരണ പറയാണ്. ഒക്ടോബർ 7 യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നന്നായി. ആ ടണലുകളുടെ എണ്ണവും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ എണ്ണവും, അതും ലെബനന്റെ അതിർത്തിയിലും ഗാസയുടെ അതിർത്തിയിലും, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാവുന്നത്? എന്തുമാത്രം വലിയൊരു ഡേഞ്ചറാണ് ഇസ്രായേലിനെ വിഴുങ്ങാനിരുന്നത്. ഇത് ഇങ്ങനെ അങ്ങ് പോയല്ലോ എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. അതേപോലെ തന്നെയാണ് ഇറാൻ നോക്കി ഈ പൈസയും പണവും എണ്ണ വിട്ടിട്ടുന്ന പൈസ മുഴുവൻ ഹൂത്തിക്ക് നിക്കർ വാങ്ങിച്ചു കൊടുക്കാനും, പിന്നെ ഹിസ്ബുള്ളക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനും, ഹമാസിന് ഇത് വാങ്ങിച്ചു കൊടുക്കാനും എന്ത് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് ഇറാന്റെ കൂടെ ഒരു രാജ്യവും ഇല്ലാത്തത്? നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കൂ. ഉമ്മത്തിലെ രാജ്യങ്ങളും ഇല്ല. ഈവൻ ഹിസ്ബുള്ളയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഒരു IRGCയുടെ തലവൻ, ഒരു വലിയ മെർക്കുറിയൽ കരിഷ്മാറ്റിക് ലീഡറാണ്. അയാളെയാണ് 2020 ട്രംപ് ഇരുന്നപ്പോൾ തട്ടിയത്. അയാൾ അവിടെ പോയാണ് അവർക്ക് ഇറാഖിൽ നടക്കുന്ന സമയത്തും ഹിസ്ബുള്ളക്കും ലെബനനിലും ഒക്കെ ഇയാൾ അവിടെ പോയി പരിശീലനം കൊടുക്കുകയാണ്. ഹിസ്ബുള്ള മൊത്തം കംപ്ലീറ്റ് ഇറാന്റെ സൃഷ്ടിയാണ്. അവർ ആയുധങ്ങൾ തൊട്ട് അവർ ഉപയോഗിക്കുന്ന എന്താ പറയുക, പേജറിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഈ പ്രോക്സികളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാജ്യമാണ്. അപ്പൊ ഇറാൻ കരുതിയിരുന്നതെന്നറിയാവോ? കൈ നനയാതെ പൊത്തെ പിടിക്കുക. കൈ നനയാതെ പൊത്തെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അറിയാതെ ചിലപ്പോൾ ആ ചൂണ്ടയിലൂടെ കൊരുത്തി ഒരു ഇത് കയറി വരും എന്നുള്ളതാണ് ഇപ്പം ഇറാൻ മനസ്സിലായിട്ടുള്ളത്. ഇറാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രായേൽ ഇത്രയും ചെറിയ രാജ്യം, നിങ്ങളെന്ത് പറയുന്നത്? കോണകത്തിന്റെ വലിപ്പമേ ഉള്ളൂ. നാണക്കേടല്ലേ? കോണകത്തിന്റെ വലിപ്പമുള്ള ഒരു രാജ്യം വന്ന് നിങ്ങളെ ഇന്ത്യയുടെ പകുതി അത്രയും വലിപ്പമുള്ള ഒരു രാജ്യത്തെ കയറി ആക്രമിച്ചിട്ട് ഇപ്പൊ കിടന്ന് പറയുകയാണ് UN പ്രമേയം പാസ്സാക്കണം, വിമാനങ്ങൾ പൊക്കാൻ പറ്റുന്നില്ല, ആകാശത്ത് ഞങ്ങള് സിറ്റിംഗ് ഡക്ക് ആയിട്ടിരിക്കുകയാണ്.